നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 8 മുതൽ 10 വരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു കമ്പനിയുടെ ഇഷ്യൂവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിലെ ഒരു പ്രധാന പ്ലെയറായിട്ടുള്ള കൊറോണ റെമഡീസ് ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 2004 ഗുജറാത്തിൽ അഹമ്മദാബാദിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ് കൊറോണ റെമഡീസ് എന്നുള്ളത്. നമ്മുടെ കൊറോണ എന്ന് പറയുന്ന രോഗം, ഒരു ഡിസീസ് 2020 ശേഷമാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയതെങ്കിലും കൊറോണ റെമഡീസ് എന്നുള്ള ഈ കമ്പനി 2004 ഒരു കമ്പനിയാണ്. ഇതിന് ആ കൊറോണ എന്ന് പറയുന്ന രോഗവുമായിട്ട് വലിയ ബന്ധം ഒന്നുമില്ല. ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ളതും കാർഡിയോ, ഡയബറ്റോ, പിന്നെ പെയിൻ മാനേജ്മെൻറ്റ്, യൂറോളജി, പിന്നെ മറ്റ് തെറാപ്യൂട്ടിക് ഏരിയയിലുള്ള മരുന്നുകളും മറ്റുമാണ് നിർമ്മിക്കുന്നത്. ഇവർ ഇന്ത്യയിലെ ടോപ്പ് 30 ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഒന്നാണ്. ഇവരുടെ CAGR നോക്കുകയാണെങ്കിൽ, വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ മൊത്തം ഈ മേഖലയിലെ കമ്പനികളുടെ 7.9% ഇവരുടേത് ഏകദേശം 13.58 രേഖപ്പെടുത്തിയിരിക്കുന്നത് CAGR. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് ഇവരുടെ IPOയെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. 655.37 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഒരു ഫ്രഷ് ഓഹരി പോലും ഇവർ ഇഷ്യൂ ചെയ്യുന്നില്ല. പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്ന ഓഹരികളാണ്. 655.37 കോടി രൂപയ്ക്കുള്ള. അപ്പോൾ ഡിസംബർ 8 മുതൽ 10 വരെയാണ് ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം. കൊറോണ റെമഡീസ് എന്നുള്ള കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ വൈവിധ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 71ഓളം ബ്രാൻഡുകളാണ് അവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ളത്. അതിൽ തന്നെ 27 ബ്രാൻഡുകളെ അവർ വളരെ നിർണായകമായിട്ടുള്ള 27 ബ്രാൻഡുകൾക്ക് എൻജിൻ ബ്രാൻഡ്സ് എന്നാണ് അതറിയപ്പെടുന്നത്. അവരുടെ വിറ്റുവരവിൽ നിന്ന്, ആ 27 കമ്പനികളുടെ വിറ്റുവരവിൽ നിന്നാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ 72.34% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 22 സംസ്ഥാനങ്ങളിലും നല്ല പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് കൊറോണ റെമഡീസ് എന്നുള്ളത്. അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുള്ളത് ഗുജറാത്തിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലുമാണ്. മികച്ച ഒരു R&D അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങും കമ്പനിക്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ട്രാറ്റജിക് അക്വിസിഷൻസാണ്. ഇപ്പോൾ സനോഫി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അവർ മയോറിൽ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഏറ്റെടുത്ത പോലെയുള്ള അക്വിസിഷൻസും കമ്പനി കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ് കമ്പനിയുടെ ഇഷ്യൂ എന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്നതാണ്. പ്രധാന പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഡോക്ടർ കീർത്തികുമാർ ലക്ഷ്മിദാസ് മേത്ത, അദ്ദേഹമാണ് പ്രധാന പ്രൊമോട്ടർ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ കൂടാതെ നീരവ് കുമാർ കീർത്തികുമാർ മേത്ത, അങ്കുർ കീർത്തികുമാർ മേത്ത എന്നിവരാണ് പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം ഒരു ഫാമിലിയിൽ പെട്ട ആളുകളാണെന്ന്. അവരുടെ കൈവശം 72.5% ഓഹരികളാണ് ഇഷ്യൂവിന് മുമ്പ് കൈവശമുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് അവർ ഇപ്പോൾ ഈ ഓഫർ ഫോർ സെയിലായിട്ട് ഇത്രയും ഓഹരികൾ വിറ്റഴിക്കുന്നത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയതുകൊണ്ട് തന്നെ നിരവധി പിയർ കമ്പനികൾ മാർക്കറ്റിലുണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ അബൌട്ട് ഇന്ത്യ, ആൽക്കം ലബോറട്ടറീസ്, എറിക്സ് ലൈഫ് സയൻസ്, ഗ്ലാക്സോ സ്മിത്ത് ലൈൻ, പിന്നെ JB കെമിക്കൽസ്, മാൻകൈൻ ഫാർമ, ഫൈസർ, സനോഫി, ടോറൻ ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ കമ്പനികളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാർക്കറ്റിലെ പിയർ കമ്പനികൾ. ഇനി ലീഡ് മാനേജർ JM ഫിനാൻഷ്യൽ സർവീസസും രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. നമുക്കിനി ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. ഫിനാൻഷ്യൽ സൈഡ് വളരെ മികച്ചതായിട്ടാണ് കാണുന്നത്. 1020.93 കോടി രൂപയാണ് 2024 കമ്പനിയുടെ റവന്യൂ എങ്കിൽ അടുത്ത വർഷമായപ്പോൾ 1202.35 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു 18% ഒരു വളർച്ചയാണ് റവന്യൂയുടെ കാര്യത്തിൽ കണ്ടത്. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 90.5 കോടി രൂപയാണ് അതിൻ്റെ 2024 നെറ്റ് ഇൻകം എങ്കിൽ അടുത്ത വർഷം 149.43 കോടി രൂപയാണ് ലാഭം കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് റവന്യൂവിൽ 18% ആണെങ്കിൽ നെറ്റ് ഇൻകത്തിൻ്റെ കാര്യത്തിൽ 65%
ഒരു വളർച്ചയാണ് കമ്പനി 2024 നിന്ന് 2025 വരുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതായത് സ്റ്റഡി ആയിട്ടുള്ള ഒരു വളർച്ച നിരക്ക് ഈ കൊറോണ റെമഡീസ് എന്നുള്ള കമ്പനിക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കൊറോണ റെമഡീസ് എന്നുള്ള ഈ കമ്പനിയുടെ IPO ശേഷം നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 8 മുതൽ 10 വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 1008 രൂപ മുതൽ 1062 രൂപ വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെയില്ല. അപ്പോൾ എല്ലാം ഓഫർ ഫോർ സെയിൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കമ്പനിയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ പോക്കറ്റിലേക്കാണ് പോവുക. കമ്പനിയിലേക്ക് ഒരു പൈസ പോലും വരില്ല. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കമ്പനിക്ക് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ സ്റ്റാറ്റസിലേക്ക് വരുന്ന ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. ഈ കമ്പനിയുടെ ഓഹരികൾ 14 എണ്ണം റീറ്റെയിലേഴ്സിന് മിനിമം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 10 രൂപയാണ്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. 11 തീയതി ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരിക മിക്കവാറും. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അത് മിക്കവാറും ഡിസംബർ 15 ആയിരിക്കാം. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ വലിയൊരു ലാഭത്തിലേക്ക് ഉടനെ എത്തിച്ചേരണമെന്നില്ല. എന്നാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്നുള്ള നിലയിൽ ലോങ് ടൈം വളരെ ഒരു നല്ല ഫ്യൂച്ചറുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ അത്തരക്കാർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം.